എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി പോകുന്നത് എലാസ്റ്റിക്കാണ് കേട്ടോ. എലാസ്റ്റിക്കിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ പലതരത്തിലുള്ള എലാസ്റ്റിക്കുകളുണ്ട്. പലതരത്തിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ബിഗിനേഴ്സിനാകുമ്പോഴുണ്ടല്ലോ നമുക്ക് ഏത് എലാസ്റ്റിക് എന്തിനു ഉപയോഗിക്കണം, എന്തിനാണ് ഈ എലാസ്റ്റിക്കൊക്കെ ഉപയോഗിക്കുന്നത്, അതൊന്നും ബിഗിനേഴ്സിന് മനസ്സിലാവില്ല. എല്ലാത്തവർക്കും അറിയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, 1 by 1 ആയിട്ട് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇതിൽ ഏറ്റവും നേരിയത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് നൂലെലാസ്റ്റിക് എന്ന് പറയും. നൂലെലാസ്റ്റിക് എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ ബോബിൻ ഉണ്ടല്ലോ, അതായത് കേസിൻ്റെ ഉള്ളിലിടുന്ന ബോബിനില്ലേ, ബോബിനിലാണ് ഇത് വലിച്ചു ചുറ്റും, ഇങ്ങനെ നല്ലവണ്ണം വലിച്ച് ഇങ്ങനെ ചുറ്റി കൊടുക്കണം. എന്നിട്ട് താഴ്ഭാഗത്ത് ഇടുന്നതാണ് ഈ നൂലെലാസ്റ്റിക്. ഈ നൂലെലാസ്റ്റിക് ഉപയോഗിക്കുമ്പോൾ ബോബിൻ വേണ്ട, കേസ് സെപ്പറേറ്റ് ഉപയോഗിക്കണം. അപ്പം നമ്മൾ സാധാരണ മെഷീനിലാണല്ലോ ഇത് തയ്ക്കുന്നത് ഈ നൂലെലാസ്റ്റിക്, പക്ഷെ അതിന് കേസ് എക്സ്ട്രാ മേടിച്ചിട്ട് വേണം ഈ നൂലെലാസ്റ്റിക് ഉപയോഗിക്കാനായിട്ട്. അല്ലെങ്കിൽ കേസ് നമ്മൾ ഉപയോഗിക്കുന്ന മെഷീനിൻ്റെ കേസ് തന്നെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സൈഡിൽ കൂടി ഇതിങ്ങനെ വലിച്ചു കൊണ്ടുവരുമല്ലോ. ഇത് തയ്യൽ അറിയാവുന്നവർക്ക് മനസ്സിലാകും, അറിയാത്തവർക്കും മനസ്സിലാവും ഇത്. അപ്പം അതങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ആ കേസ് ചീത്തായി പോകും, പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ നൂലെലാസ്റ്റിക്കിന് സെപ്പറേറ്റ് കേസ് വേണം. ബോബിന് ഏതായാലും നമുക്ക് കുഴപ്പമില്ല. അപ്പം കയ്യിൽ നമ്മൾ ചുരുക്കിട്ടൊക്കെ തയ്ക്കൂലേ, ഒരുപാട് ചുരുക്കിട്ടിട്ട് ഇങ്ങനെ അത് നമ്മൾ വരച്ചിട്ട് വേണോട്ട് തയ്ക്കാൻ. ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കാര്യം എന്താണെന്ന് അറിയും. അപ്പം നമ്മൾ പിന്നീട് കാലക്രമേണ ഇങ്ങനെ പഠിച്ചു വരുമ്പോൾ ഉപയോഗങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകണ്ടേ എന്തിനെന്ന്. അപ്പം ഞാൻ പറയും നൂലെലാസ്റ്റിക് മതി, ഇതിന് ഉപയോഗിച്ചാൽ മതി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് കൈയിൻ്റെ താഴ്ഭാഗത്തൊക്കെ ചുരുക്ക് വരാനും, പിന്നെ കുട്ടികളെ ഫ്രണ്ടിലെ ഡ്രസ്സിന് മുകൾ ഭാഗത്ത്, പിന്നെ വലിയ ആൾക്കാർക്കാണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഫ്രണ്ടിൽ ഉപയോഗിക്കുക, ബാക്കിൽ ഉപയോഗിക്കുക, സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നതാണ് ഈ നൂലെലാസ്റ്റിക് കേട്ടോ. അപ്പോൾ പല വിധത്തിലുള്ള എലാസ്റ്റിക്കുകളുണ്ട്. അപ്പോൾ ഇതൊരു 10 എണ്ണമൊക്കെ അടിക്കും കയ്യിൻ്റെ താഴ്ഭാഗത്തൊക്കെ ആണെങ്കിൽ. പിന്നെ ബോഡിയിലാണെങ്കിൽ ഒരു 20 എണ്ണമൊക്കെ തയ്ക്കും, ഫ്രണ്ടിലടിക്കും, ബാക്കിലടിക്കും. പക്ഷെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇത് തയ്ച്ച് വരുമ്പോൾ കാണാനായിട്ട്. അപ്പം അതിനാണ് ഈ നൂലെലാസ്റ്റിക് ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതിനേലും കുറച്ചും കൂടി വണ്ണമുള്ള എലാസ്റ്റിക്കാണ് ഇത്. ഈ എലാസ്റ്റിക് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അത് നോക്കിക്കേ, നല്ല ഉരുണ്ടിരിക്കുന്ന എലാസ്റ്റിക്കാണ്, നല്ല ഭംഗിയാണ്. കണ്ടാൽ ചരടാണെന്ന് വിചാരിക്കോട്ടെ. ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് ആർക്കെങ്കിലും അറിയാവോ? മിക്കവർക്കും അറിയാൻ കഴിയൂല. പക്ഷെ ഇത് ഉപയോഗിക്കുന്നത് ശരിക്കും ബുഷ് മുടിയിലിടുന്ന ബുഷ്, അതിനാണ് ഈ ഉരുണ്ടിരിക്കുന്ന എലാസ്റ്റിക് ഉപയോഗിക്കുന്നത്. പിന്നെ പാൻറ്റിലും ഉപയോഗിക്കും. അത് ആണുങ്ങളുടെ പാൻറ്റിന് സെൻറ്ററിലായിട്ടുണ്ടല്ലോ ചെറിയൊരു തയ്യൽ കൊടുക്കും, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി ഇട്ട് കൊടുക്കാനും വലിച്ചു കെട്ടാനൊക്കെ ഈ എലാസ്റ്റിക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പം നൂലെലാസ്റ്റിക്കിൻ്റെ ഉപയോഗം നിങ്ങൾക്ക് നൂലെലാസ്റ്റിക്കിനേലും മണ്ണുള്ള എലാസ്റ്റിക്കാണ്, ഇത് ഉരുണ്ടിരിക്കുന്ന എലാസ്റ്റിക്കാണ്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, സാധാരണ പിന്നെ കഫ്താനൊക്കെ അടിക്കുമ്പോൾ സെൻറ്ററിലും ഈ എലാസ്റ്റിക്കാണ് ഇട്ട് കൊടുക്കുന്നത്. വളരെ നേരിയ എലാസ്റ്റിക്കാണ്, അത് ഇട്ട് കൊടുക്കുള്ളൂ. പിന്നെ അല്ലാത്തവരും ഈ എലാസ്റ്റിക്കും യൂസ് ചെയ്യും കേട്ടോ. ഈ എലാസ്റ്റിക്കും യൂസ് ചെയ്യാറുണ്ട്. ആ എലാസ്റ്റിക്കിന് പകരം ബുഷ് തയ്ക്കുന്ന സമയത്ത് ഈ എലാസ്റ്റിക് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇത് കയ്യിൻ്റെ താഴ്ഭാഗത്ത് ഇപ്പം ഈ നൂലെലാസ്റ്റിക്കിൻ്റെ തയ്യൽ തന്നെ വന്നില്ലേ, അതുപോലെ തന്നെ ഇതും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത് നമ്മൾ 10 എണ്ണം കൊടുക്കുമ്പോൾ ഇത് 5 എണ്ണം കൊടുത്താൽ മതിയാവും. അപ്പോൾ 2 വശത്ത് തയ്യൽ കൊടുക്കും, മനസ്സിലായില്ലേ? അതിനാണ് ഇത് 4 ഇഞ്ചിനേലും കുറച്ച് വലിപ്പമുള്ള എലാസ്റ്റിക്കാണ് കേട്ടോ ഈ എലാസ്റ്റിക്. അപ്പോൾ ഇതും എല്ലാത്തിനും ഉപയോഗിക്കും. താഴ്ഭാഗത്ത് കുഞ്ഞുങ്ങളുടെ ഡ്രസ്സിനൊക്കെ താഴ്ഭാഗത്ത് എലാസ്റ്റിക് കൊടുക്കുമല്ലോ, ചുരുക്കുള്ള സ്ലീവൊക്കെ കൊടുക്കാനായിട്ട് ഈ എലാസ്റ്റിക്കാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ എലാസ്റ്റിക് എന്തിനാണെന്നെങ്കിൽ ആർക്കെങ്കിലും മനസ്സിലായത്? വൈറ്റും ഉണ്ട്, ബ്ലാക്കും ഉണ്ട്. ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് മാസ്കിനാണ്. അത് ചെവി നമുക്ക് പെട്ടെന്ന് പൊട്ടാതിരിക്കാനും ഇറിറ്റേറ്റ് എടുക്കാതിരിക്കാനും ഒരു പ്രത്യേക തരം തുണി വെച്ചിട്ടാണ് ഈ എലാസ്റ്റിക് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം അതിനാണ് ഈ എലാസ്റ്റിക് ഉപയോഗിക്കുന്നത്. പിന്നെ കുഞ്ഞുങ്ങളുടെ വളരെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് താഴ്ഭാഗത്ത് എലാസ്റ്റിക്കൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട്, സ്ലീവിൻ്റെ താഴ്ഭാഗത്തൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് ഈ എലാസ്റ്റിക് നല്ലതാണ് കേട്ടോ. പിന്നെ അതേപോലെയാണ് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 ഇഞ്ചിനേലും അര ഇഞ്ച് കറക്റ്റ് 1 ഇഞ്ചിലാണ് ഇത് നിൽക്കുന്നത്, 4 ഇഞ്ചല്ല,
കറക്റ്റ് 1/2 ഇഞ്ചിലാണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ ഈ 1/2 ഇഞ്ചിൻ്റെ എലാസ്റ്റിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ ചെറിയ പാൻറ്റൊക്കെ തയ്ക്കൂല, അപ്പോൾ നമുക്ക് അരവണ്ണത്തിന് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം കേട്ടോ. കുഴപ്പമില്ല കുഞ്ഞുങ്ങൾക്ക് ടൈറ്റ് ആവാതിരിക്കാൻ. പക്ഷേ പാൻറ്റ് തയ്ക്കാൻ എപ്പോഴും നല്ലത് ഈ എലാസ്റ്റിക്കാണ്. നോക്കിക്കേ, ഈ എലാസ്റ്റിക്കാണ് എപ്പോഴും പാൻറ്റ് തയ്ക്കാൻ നല്ലത്. ഇത് 1 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ് കേട്ടോ. ഇത് 1/2 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ്. ഇത് കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഇത് കുറച്ചും കൂടി ഉപയോഗിക്കുന്നതാണ്, പാൻറ്റിന് ഉപയോഗിക്കുന്നതാണ്. പിന്നെ അതിനേലും കുറച്ചും കൂടി വീതിയുള്ള എലാസ്റ്റിക്കാണ് ഇത്. ഇത് 1 ഇഞ്ചാണെങ്കിൽ ഇത് 1.25 ഇഞ്ചാണ്. ഇതും പാൻറ്റിന് ഉപയോഗിക്കുന്നതാണ്. ട്രൗസറിനും പാൻറ്റിനൊക്കെ ഈ 1.25 ഇഞ്ചിൻ്റെയാണ് ഉപയോഗിക്കുന്നത്. ഇത് പെണ്ണുങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് കേട്ടോ ഈ എലാസ്റ്റിക്. ഇത് പിള്ളേർക്കും ഈ എലാസ്റ്റിക് തന്നെ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിനേലും ഇതിനേലൊക്കെ സെൻട്രലായിട്ട് നിൽക്കുന്നത് ഇത് 1 ഇഞ്ചല്ലേ, ഇത് 1.25, ഇത് 3/4. ഈ 3/4 ഇഞ്ചും ഇതേപോലെ കൈയിൻ്റെ താഴ്ഭാഗത്തും ഉപയോഗിക്കും. താഴ്ഭാഗത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീതിക്ക് എലാസ്റ്റിക് വേണം എന്ന് പറയുന്നവർക്ക് ഇത് ഉപയോഗിക്കാറുണ്ട്. പിന്നെ കുഞ്ഞുങ്ങളുടെ പാൻറ്റിനും ഇത് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇത് കണ്ട, ചില കുട്ടികൾക്കാണെങ്കിൽ ചിലവർ പറയും എനിക്ക് വീതിയുള്ള എലാസ്റ്റിക് മതിയെന്ന്. പെണ്ണുങ്ങൾക്കാണെങ്കിലും ഇത് വീതിയുള്ള എലാസ്റ്റിക് ഉപയോഗിക്കാറുണ്ട്. ഇത് 1.5 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ ഇത് 1 ഇഞ്ച്. പലതരത്തിലുള്ള എലാസ്റ്റിക് ഉണ്ട് കേട്ടോ. ഓരോന്നായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്താൻ കാരണം നിങ്ങൾക്ക് ഞാൻ പറയും ഇന്ന എലാസ്റ്റിക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണെന്ന്. ഇതല്ല, ഇത് 1/2 ഇഞ്ചിനേലും 1/4 ഇഞ്ചിനേലും താഴെ അതിൻ്റെ സെൻറ്ററിൽ നിൽക്കുന്നതാണ്. 1/4 ഇഞ്ചല്ല, അതിൻ്റെ പൊടിക്ക് ചെറുതാണത്. അപ്പോൾ എലാസ്റ്റിക്കുകളെല്ലാം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റുമാണ് ഈ നൂല് എലാസ്റ്റിക്കാണ് ഞാൻ പരിചയപ്പെടുത്തിയത്. അതിന് ശേഷമാണ് ഇതേപോലത്തെ ഇത് കണ്ട ഉരുണ്ടിരിക്കുന്ന എലാസ്റ്റിക്കാണ്. ഇത് ഞാൻ പറഞ്ഞില്ലേ ബുഷ് ഉപയോഗിക്കാൻ, ഇത് ഡ്രസ്സിന് ഭംഗി കൂട്ടാനായിട്ട്. പിന്നെ ഇത് മാസ്കിന് ഉപയോഗിക്കണത്. ഇതും താഴ്ഭാഗത്ത് ഇതേപോലെ നൂല് എലാസ്റ്റിക്കിൻ്റെ തന്നെ ഒരു പരുവത്തിൽ നമുക്ക് ഇത് തയ്ക്കാം. ഇതും മാസ്കിന് ഉപയോഗിക്കും. വലിയ ബലമില്ലാത്ത എലാസ്റ്റിക്കാണ്. പിന്നെ 1/2 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്, ഇതും ബലൂൺ സ്ലീവിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ എലാസ്റ്റിക്കാണ് കേട്ടോ. പിന്നെ ഇത് 3/4 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്. ഇത് കണ്ട, ഇത് 3/4 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ്. പിന്നെ ഇത് 1 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ്. ഇതിൻ്റെ ഇടയിൽ ഒരെണ്ണം വിട്ടുപോയിട്ടുണ്ട്. ഇത് നോക്കിക്കേ, ഇത് കണ്ട 1/4 ഇഞ്ചിൻ്റെയിലും ഈ 1/2 ഇഞ്ചിൻ്റെയിലും സെൻട്രലായിട്ട് നിൽക്കുന്നതാണ് ഈ എലാസ്റ്റിക്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ എലാസ്റ്റിക് വരുന്നത്. നോക്കിക്കേ, എലാസ്റ്റിക് പലതരമുണ്ട്. അപ്പോൾ ബിഗിനേഴ്സിന് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ 1 ഇഞ്ചിൻ്റെ എലാസ്റ്റിക് ഇത് 1.25-ൻ്റെതും പിന്നെ ഇത് 1.5 ഇഞ്ചിൻ്റെയും. അപ്പം ഇത് ഇങ്ങനത്തെ എലാസ്റ്റിക്കുകളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗിനേഴ്സിന് പറഞ്ഞു തന്നാൽ നമുക്ക് മനസ്സിലാവും ഏത് ഡ്രസ്സിന് ഏത് എലാസ്റ്റിക്കാണ് യൂസ് ചെയ്യേണ്ടതെന്ന്. ചിലവരെ ഞാൻ പറഞ്ഞില്ലേ വീതിയുള്ള എലാസ്റ്റിക് യൂസ് ചെയ്യുമെന്ന്. അപ്പം നമുക്ക് നല്ല കംഫർട്ടായിട്ട് നിൽക്കും. ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എലാസ്റ്റിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ഇത് ഉണ്ടാവില്ല, പെട്ടെന്ന് നശിഞ്ഞു പോവും. അതേപോലത്തതാണ് ഇതും. അപ്പോൾ കുറച്ചും കൂടി സ്ട്രെങ്ത് ആയിട്ടുള്ളത് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഈ എലാസ്റ്റിക്കാണ് കേട്ടോ പാൻറ്റിനൊക്കെ ഉപയോഗിക്കുന്നത്. ഇത് വളരെ ചുരുക്കമാണ്. ഇതും രണ്ടും എപ്പോഴും ഉപയോഗിക്കുന്ന ഈ എലാസ്റ്റിക്കാണ്. ഇതൊക്കെ ഡിസൈൻ ഉണ്ടെങ്കിൽ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ഇത് പുഷ് തയ്ക്കുന്നവർക്കും എല്ലാവർക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ബിഗിനേഴ്സിന് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഒരുപാട് നീളം ഉണ്ടെങ്കിൽ നിങ്ങൾ സെറ്റിങ്സ് എടുത്തിട്ട് പ്ലേ ബാക്കിൻ്റെ മറ്റേ സ്പീഡില്ലേ അതൊന്ന് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ബോറടിക്കാതെ നിങ്ങൾക്കും കാണാം കേട്ടോ. പറഞ്ഞത് തന്നെ ഞാൻ റിപ്പീറ്റ് പറഞ്ഞിട്ടുണ്ടാകുന്ന എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ എന്നോട് നിങ്ങൾ ക്ഷമിക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.